സ്കോക്ക് പരാശക്തി പരാശക്തി ഹീറോടാ. രജനിയുടെ ശിവാജിയിലെ ഡയലോഗാണ് ഓർമ്മ ഈ വാക്ക് കേൾക്കുമ്പോഴേ. പരാശക്തി ഇതൊരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയാണ്. സുധാ കൊങ്ങര ഡയറക്ടർ. പുള്ളിക്കാരുടെ റേഞ്ച് അറിയാലോ, സുധാ കൊങ്ങര പ്രസാദ്. അപ്പോൾ അവരുടെ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഈ സിനിമയുടെ ജോൺറ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. എസ്പെഷ്യലി ഈ പീരീഡ് സാധനം ഉണ്ടല്ലോ, പിന്നെ കുറേ ടെൻഷൻ ക്രിയേറ്റിംഗ്, പിന്നെ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള എജിറ്റേഷൻ അഗെയിൻസ്റ്റ് ഹിന്ദി ലാംഗ്വേജിനെതിരായിട്ടുള്ള എജിറ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് 1959 മുതലാണ് ഇതിൽ കാണിക്കുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുണ്ട് ഈ എജിറ്റേഷൻ ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു 1959 തുടങ്ങി 1967 വരെ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നെ ഇന്ദിരാഗാന്ധി വരെ നിൽക്കുന്ന ആ ഒരു പീരീഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ആൻറ്റി ഹിന്ദി ക്യാമ്പയിൻ, അതായത് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആയിട്ടോ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടോ അംഗീകരിക്കില്ല. അതായത് പച്ച തമിഴൻ, തമിഴ് രക്തം, തമിഴണ്ട എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവരതിൽ ഭയങ്കര പരോക്കിലിസം, റീജിയണലിസം ഉള്ള ആൾക്കാരാണ്. തമിഴ് രക്തം, പച്ച തമിഴ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അവർ ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള എസ്പെഷ്യലി സ്റ്റുഡൻസ്, അപ്പോൾ അവിടെയാണ് ഈ ശിവകാർത്തികേയനൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒരു പീരീഡായിട്ട് ഈ ഒരു ഏകദേശം 5-10 വർഷം ഇങ്ങനെ കാണിച്ചു പോവാണ്. സിനിമയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അവിടെ രീതിയിലുള്ള മേക്കിംഗ് ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. രവിചന്ദ്രൻ ISC ആണ് സിനിമാറ്റോഗ്രാഫി. അപ്പോൾ അറിയാലോ. പക്ഷേ ആർട്ടിലൊക്കെ പല സമയത്തും പെട്ടിക്കട സെറ്റപ്പ് പോലെ ആയിട്ടുണ്ട് പല 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 സ്ഥലങ്ങളിലും. കാരണം ആ പീരീഡ് പിടിക്കണമല്ലോ. പെട്ടിക്കട സെറ്റപ്പ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ നന്നായിട്ടുണ്ട്. അണ്ണാദുരയാണ് ആർട്ട് ഡയറക്ടർ, സതീഷ് സൂര്യ എഡിറ്റർ, പിന്നെ ഓഫ് കോഴ്സ് ജി വി പ്രകാശാണ് മ്യൂസിക്കിന് ഒറിജിനൽ സ്കോർ ചെയ്തത്. ഇതിൽ ഒരുപാട് സോങ്സ് ഉണ്ട്. കുറേ സോങ്സ് അടുപ്പിച്ച്, എസ്പെഷ്യലി ആ ശ്രീലീലയായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സോങ്സും പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷേ GVP ഒരിക്കലും നമ്മുടെ ഇയേഴ്സിന് പെയിൻ തരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ നമ്പർ ഓഫ് സോങ്സ് വർ ടു ഹൈ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ സോങ്സൊക്കെ കൊള്ളാവുന്ന സോങ്സൊക്കെ തന്നെയാണ്. എസ്പെഷ്യലി ഇൻട്രോ സോങ് ഒക്കെ വളരെ നൈസായിരുന്നു. ഒറിജിനൽ സ്കോർ ഓഫ് കോഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സീൻസിനെ എലിവേറ്റ് ചെയ്യുന്നതിന് ആ രീതിക്ക് തന്നെ പുള്ളി ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻസും ഓർക്കസ്ട്രേഷൻ പരിപാടി അറിയാലോ, ആ രീതിക്ക് തന്നെ. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറേ എലിവേഷൻ സീൻസും കുറേ അങ്ങോട്ടുള്ള വേറെ ഫൈറ്റും മെഡിറ്റേഷനും പരിപാടിയുള്ള സമയത്തുള്ള സ്കോറും, പിന്നെ ഫസ്റ്റ് ഹാഫിൽ അറിയാലോ കുറച്ചൊരു റൊമാൻറ്റിക് ആ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് അത്തരം സ്കോറൊക്കെ ചെയ്തിട്ട് GVP ആ പരിപാടി നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ അറ്റാക്കോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടെ നമ്മുടെ രവി മോഹൻ പുള്ളി തന്നെ സ്വയം പുള്ളിക്കിട്ട പേരാണ്, മാറ്റിയതാണ് പേര്. പുള്ളിയുടെ അറിയപ്പെട്ടിരുന്നൊരു പേര് ജയൻ രവിയുടെ ഒരു ഭയങ്കര മാൻലി ആയിട്ടുള്ള വില്ലനാണ്, പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളി ആ രീതിക്ക് തന്നെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പരിപാടിയും വില്ലനസും. അതായത് അദ്ദേഹം സാധാരണ ലൈറ്ററായി ചെയ്യുന്ന ക്യാരക്ടർ പോലത്തെ ക്യാരക്ടറേ അല്ല, ഭയങ്കര കൊടൂര വില്ലനാണ്. അപ്പോൾ അത് ഒരു ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഭയങ്കര വില്ലൻ. അത് ഗംഭീരമായിട്ട് ജയൻ രവി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ജയൻ രവി ശിവകാർത്തികേയൻ കോൺഫ്ലിക്റ്റും അവരുടെ കോമ്പിനേഷൻ സീൻസും പരിപാടിയൊക്കെ കിടുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ ശിവകാർത്തികേയൻ്റെ ഡബ്ബിങ് ഇതിൽ നന്നായിട്ടുണ്ടേ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി പ്ലോട്ട് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു മനയായില്ല. സിനിമ കണ്ടിട്ട് ഒരു കണക്റ്റ് ആവുന്നില്ല, ഒരു ഇമോഷൻസ് ഇല്ല. പിന്നെ ഭയങ്കര ഡ്യൂറേഷൻ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ശ്രീലീലയുടെ വെറുപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവറാക്കി ചളാക്കും. അതായത് ശ്രുതി ഹാസനൊക്കെ പല സിനിമകളും ചെയ്ത് വെച്ച പരിപാടിയില്ലേ, ലാസ്റ്റ് സലാറിൽ വരെ ചെയ്ത് വെച്ച പരിപാടിയില്ലേ. അതായത് ശ്രുതി ഹാസൻ ലൈറ്റ്, അതാണ് ശ്രീലീല. അതായത് അവരുടെ ഡബ്ബിങ് ആയി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറും അതിൻ്റെ ഒരു മൊത്തത്തിൽ ഇവർ സീൻസിൽ വരുമ്പോൾ സീനങ്ങ് സ്പോയിലായി പോവാം. എങ്ങനെയെങ്കിലും ഈ സീനൊന്ന് മാറിക്കിട്ടിയാൽ മതി, എന്നിട്ട് പടം മുന്നോട്ട് പോയാൽ മതിയുള്ള അവസ്ഥയാണ്. കാരണം ഇവരാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും ഉണ്ട്. കാരണം ഇവർ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം കൊങ്ങാര പ്രസാദ്. അതുകൊണ്ട് പിന്നെ ഒരു സ്ത്രീക്ക് പ്രാതിനിധ്യം കൊടുത്തു. കാരണം അവരുടെ സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാ സിനിമകളും സ്ത്രീക്ക് പ്രാതിനിധ്യമുണ്ട്, നല്ല ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഇതിൽ കുറച്ച് ഓവറായി തരില്ലേ, വല്ലാതെ ഓവറാക്കി ചളമായി കളഞ്ഞു ശ്രീലീല. രത്നമാല എന്നാണ് ശ്രീലീലയുടെ കഥാപാത്രത്തിൻ്റെ പേര്. രത്നമാല പറഞ്ഞൊരു പാട്ടുമുണ്ട്, അതാ പറഞ്ഞു, തൊട്ടനും പിടിച്ചനൊക്കെ പാട്ടാണ്. പിന്നെ അഥർവ മുരളി ഈസ് ഡാം ഗുഡ്. പുള്ളി കിടന്ന ആക്ടറാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ശിവകാർത്തികേയൻ്റെ ബ്രദറായിട്ടാണ്
അപ്പം അങ്ങനെ രണ്ട് ബ്രദേഴ്സ്, അവരുടെ ലവ്, അവരുടെ കോൺഫ്ലിക്റ്റ്, പിന്നെ എല്ലാം പ്രെഡിക്റ്റബിളും ടിപ്പിക്കൽ സാധനം. സെക്കൻഡ് ഹാഫിൽ വരുന്ന കാര്യം നമുക്കറിയാം. ബ്രദർ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ്. പിന്നെ കൊളപ്പുള്ളി ലീലയുണ്ട് മലയാളത്തിലുള്ള. കൊളപ്പുള്ളി ലീലയുടെയും ശ്രീലീലയുടെയും ഇൻട്രോ ഒരുമിച്ചായിരുന്നു. ശ്രീലീലയുടെ അച്ഛനായിട്ട് ടൈഗറിലെ മറ്റേ പുള്ളിയില്ലേ, ആ പുള്ളി. പിന്നെ അവസാനം ഇത് സൗത്ത് ഇന്ത്യ മൊത്തം ഈ ഒരു അജിറ്റേഷൻ സൗത്ത് ഇന്ത്യ മൊത്തം ആ രീതിയിൽ വന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് തെലുങ്കുന്ന റാണ മലയാളത്തിൽ ബേസിൽ. റാണയൊക്കെ എന്തിനോ പോയി, എന്തിനോ വേണ്ടി തളിച്ച സാമ്പാർ. റാണയുടെ എന്തെങ്കിലും ഒരു മാസീവ് എലവേഷൻ സീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന വിചാരിച്ച ഒരു തേങ്ങ ഉണ്ടായില്ല. വളരെ ബേസിൽ പിന്നെ ചെറിയ കുറച്ച് സമയം ഇന്ദിരാഗാന്ധിയായിട്ട് വന്നിട്ടുള്ള സ്ത്രീ കറക്റ്റ് ഇന്ദിരാഗാന്ധി തന്നെ. അങ്ങനെ പിന്നെ കുറേ പോലീസ് നരനായിട്ട്, പിന്നെ പോലീസിൻ്റെ ഭരണകൂട ഭീകരത, മറ്റേ സാധനം ഉണ്ടല്ലോ, അത് കുറേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഹിസ്റ്ററിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് സിനിമ മൊത്തത്തിൽ ഒരു ഏച്ച് കിട്ടിയ പോലെ. കുറേ നല്ല സീൻസും കുറേ പരിപാടിയും നമ്മുടെ ജയൻ രവിയും ശിവകാർത്തികനും തമ്മിലുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ മൊത്തത്തിൽ അങ്ങോട്ട് സുഖമില്ല. മേ ബി ശിവകാർത്തികനായതുകൊണ്ടാണ് എനിക്ക് ശിവകാർത്തികൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ സിനിമ കൊള്ളാൻ തോന്നുമെങ്കിലും എന്തോ ഒരു മെനയില്ലാത്ത പോലെ. ഞാൻ പല സിനിമകളും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ. ശിവകാർത്തികൻ ഓക്കെയാണ്, അഭിനയമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്താ ഒരു സോൾ, സംതിങ് ഈസ് മിസ്സിങ്. ഇപ്പോൾ സൂര്യയൊക്കെ ചെയ്യുന്ന ഒരു സാധനമല്ലേ, ഈവൻ ധനുഷ് ചെയ്യുന്നൊരു സാധനമല്ലേ, ആ ഒരു കോർ സാധനം ഓൾവേസ് ഇയാളുടെ അടുത്ത് മിസ്സിങ്ങാണ് ശിവകാർത്തികൻ്റെ അടുത്ത്.